നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 2020 ജനുവരി 1 മുതൽ ഒമാനിൽ ഫീസുകളും പണമടയ്ക്കലും ഇലക്ട്രോണിക് രീതിയിൽ ഓൺലൈൻ പേയ്മെന്റ് ശേഖരിക്കുമെന്ന് ധനമന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നേരിട്ടോ മറ്റേതെങ്കിലും ബാങ്കിംഗ് രീതിയിലോ പണമിടപാട് നടത്തിയാൽ സ്വീകരിക്കില്ലെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പൗരന്മാർക്കും താമസക്കാർക്കും ലഭ്യമാകുന്ന സേവനങ്ങൾക്കായി ഇലക്ട്രോണിക് പേയ്മെന്റ് വഴി മാത്രം പണം സ്വീകരിക്കണമെന്ന് സുൽത്താനേറ്റിലെ എല്ലാ സർക്കാർ ഏജൻസികളോടും ആവശ്യപ്പെട്ടതായും അധികൃതർ അറിയിച്ചു. പുതിയ വർഷത്തിൽ എല്ലാ മന്ത്രാലയങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ മാത്രമേ പേയ്മെന്റുകൾ ശേഖരിക്കാൻ പാടുള്ളൂ. മറ്റേതെങ്കിലും രൂപത്തിൽ പേയ്മെന്റ് ശേഖരിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. ബാങ്കുകൾക്ക് നൽകുന്ന ഫീസിലെ 1% കമ്മീഷൻ സർക്കാർ വഹിക്കുമെന്നും അത് പൗരന്മാർക്ക് നൽകില്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു. പൊതുജനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനാണ് പുതിയ നടപടിയെന്നും നിർദ്ദേശം കർശനമായി പാലിക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നുണ്ട്. സുൽത്താനേറ്റിലെ വാണിജ്യ ബാങ്കുകൾ വഴി പേയ്മെന്റുകൾ സ്വീകരിക്കുന്നതിൽ ഇലക്ട്രോണിക് പേയ്മെന്റ് ഗേറ്റ്വേ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ധനമന്ത്രാലയം നേരത്തെ പുറപ്പെടുവിച്ച സർക്കുലറുകളെ പരാമർശിച്ചാണ് നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ പേയ്മെന്റുകൾ ഉപയോഗിച്ച് ഓൺലൈൻ ഇടപാടുകളുടെ പ്രവർത്തന ചെലവ് സർക്കാരിന് ലാഭിക്കാൻ സാധിക്കും. ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് വേണ്ടി ബില്ലുകളോ ഫീസുകളോ ശേഖരിക്കുന്നതിനുള്ള സാധാരണ മാർഗമായി ഈ പേയ്മെന്റ് സംവിധാനം കൂടുതലായി മാറുകയാണ്. സുരക്ഷിതമായ ഓൺലൈൻ പേയ്മെന്റ് അല്ലെങ്കിൽ ഇ പേയ്മെന്റ് അനുവദിക്കുന്ന ഇ ഗവേണൻസ് ഇൻഫ്രാസ്ട്രക്ചറിന്റെയും പൂർണ്ണ ഇ കോമേഴ്സ് സൗകര്യങ്ങളുടെയും ഒരു പ്രവർത്തന ഘടകമാണ് ദേശീയ ഇ പേയ്മെന്റ് ഗേറ്റ്വേ നൽകുന്നത്. ഇ ഗവേണൻസ് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ആരോഗ്യ മന്ത്രാലയം 2017 പൊതുജനാരോഗ്യ സംവിധാനങ്ങളിൽ പണരഹിതമായ ഇടപാടുകൾ നടപ്പാക്കിയിരുന്നു. എന്നാൽ സമൂഹത്തിലെ ചില വിഭാഗങ്ങളുടെ സൗകര്യാർത്ഥം ചില സർക്കാർ ഏജൻസികൾ പണമടയ്ക്കൽ സ്വീകരിക്കുന്നത് തുടരുകയായിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ, സിവിൽ റെസിഡന്റ് കാർഡുകൾ ഉൾപ്പെടെ റോയൽ ഒമാൻ പോലീസിലെ എല്ലാ ഇടപാടുകളും ബാങ്ക് കാർഡുകൾ വഴി ഫലപ്രദമായി നടക്കുന്നുണ്ട്. ദേശീയ ഇ പേയ്മെന്റ് ഗേറ്റ്വേ ഒമാനിൽ കാര്യക്ഷമമായും ലളിതമായും അതേസമയം വളരെ വേഗത്തിലും ഇലക്ട്രോണിക് ഇടപാടുകൾ നടത്താനുള്ള വലിയ സൗകര്യമാണ് ഉറപ്പു നൽകുന്നതെന്ന് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.